ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ ആണ് സംസാരിച്ചത്. ഇനി ആൽക്കീൻ, ആൽക്കൈൻ, ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആൻഡ് ബെൻസീൻ, ഇത്രയുമാണ് ഹൈഡ്രോ കാർബണിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീനാണ്. ഇത് അത്യാവശ്യം വലിയ ഒരു ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ, അതാണ് ആൽക്കീനുകൾ കാണിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ റിയാക്ഷൻ. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻസ് ഈസ് ദി മോസ്റ്റ് കോമൺ ഇൻ ആൽക്കീൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പഠിച്ചു വെച്ചോളണം, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനാണ്. രണ്ടാമത്തെ റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ, മൂന്നാമത്തെ റിയാക്ഷൻ പോളിമറൈസേഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഇനി ഇലക്ട്രോഫിലിക് അഡീഷനെ തന്നെ ഒരുപാട് സബ് ഹെഡിങ്ങുകളായി മാറ്റും, ഓക്സിഡേഷനെ തന്നെ ഒരുപാട് സബ് ഹെഡിങ്ങുകളായി മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പ്രീവിയസ് ചാപ്റ്ററുകളിലും പ്രീവിയസ് പാർട്ടുകളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഈ വർഷത്തെ നീറ്റിനോ കീമിനോ ജെഇക്കോ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു തല മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങിയാലേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. ഒരിക്കൽ കൂടി പറയുകയാണ്, CM അക്കാഡമി മലപ്പുറത്താണ്. നമ്മുടെ CM അക്കാഡമിക് അണ്ടറിൽ റെസിഡൻഷ്യൽ ക്യാമ്പസിലായിട്ട് റിപ്പീറ്റേഴ്സ് ബാച്ചും നീറ്റിൻ്റെയും കീമിൻ്റെയും എല്ലാം റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാമുകളും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും +2 വിദ്യാർത്ഥിയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് CM അക്കാഡമി നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലാസ് വേണ്ടാത്തവർക്ക് എക്സാം സീരീസുകൾ മാത്രമായിട്ടും അവൈലബിൾ ആണ്. അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഒന്ന് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾ 5 എണ്ണം പഠിക്കാനുണ്ട്. ഒന്ന് പഠിച്ച് അഡീഷൻ ഓഫ് H2 ഉണ്ട്, അഡീഷൻ ഓഫ് X2 ഉണ്ട്, അഡീഷൻ ഓഫ് HX, അഡീഷൻ ഓഫ് HOX ആൻഡ് അഡീഷൻ ഓഫ് H2O. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൽക്കീനുകൾ കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസ് 3 എണ്ണം. അതിലൊന്നാമനാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. അതിൽ 5 എണ്ണം. ആ 5 എണ്ണവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് അഡീഷൻ ഓഫ് H2 ആണ്. ഇതിലെനിക്കൊന്നും പറയാനില്ല, കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈനിനെ ഉണ്ടാക്കുന്നിടത്ത് കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ എന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഉപയോഗിക്കണമെന്നും നിക്കൽ ഉപയോഗിച്ചാൽ സെബേഷ്യർ സെൻറ്ററൻ റിയാക്ഷൻ എന്നാണ് അതിൻ്റെ പേരെന്നും 1 ഇക്വലൻ്റ് ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളതെന്നും 1,4-ബ്യൂട്ടാഡൈൻ അണ്ടർഗോ 1,3 അഡീഷൻ എന്നുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഒന്നും പറയാനില്ല. നെക്സ്റ്റ് അഡീഷൻ ഓഫ് X2 ആണ്. X എന്ന് പറഞ്ഞാൽ ഹാലോജൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അഡീഷൻ ഓഫ് X2 എന്ന് പറഞ്ഞാൽ ഹാലജൻ്റെ അഡീഷൻ. അതിൻ്റെ റിയേജൻറ്റ് എല്ലാവരും വൃത്തിക്ക് പഠിച്ചു വെച്ചോളണേ. റിയേജൻറ്റ് ഹാലജൻ അറ്റ് ഡാർക്ക് കണ്ടീഷനിലാണ്. അപ്പോൾ എന്താണ് സാറേ ഈ ഡാർക്കിൻ്റെ ഇമ്പോർട്ടൻസ്? ശ്രദ്ധിച്ചോ, ഹാലജൻ അറ്റ് ഡാർക്ക് കണ്ടീഷനിലാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുക. എന്നാൽ ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഓർത്ത് വെച്ചോളണം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇല്ലേടാ, ആ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് പൊട്ടും. അഡീഷനും സബ്സ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. അഡീഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആരെയും വേദനിപ്പിക്കാതെ, ആരുടെയും എണ്ണം കുറക്കാതെ ഇനിയും ഫർദർ ക്ലോറിൻ ആഡ് ചെയ്യുന്ന പരിപാടിയാണ് അഡീഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒഴിവാക്കിയിട്ട് പകരം ക്ലോറിനെ കയറ്റുന്ന പരിപാടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ശരിയല്ലേടാ? അപ്പോൾ ഇവിടെ നടക്കുന്നത് അഡീഷനാണ്. അഡീഷൻ നടക്കണമെങ്കിൽ ഈ കാർബണിൻ്റെ കൂടെയുള്ള 2 ഹൈഡ്രജനും ഈ കാർബണിൻ്റെ കൂടെയുള്ള 2 ഹൈഡ്രജനും അവിടെ തന്നെ നിലനിൽക്കണം എന്നർത്ഥം. അപ്പോൾ പിന്നെ ഈ ക്ലോറിനെ എങ്ങനെയാണ് നമ്മൾ അവിടെ ഉൾക്കൊള്ളിക്കുന്നത്? എങ്ങനെയാണ്? ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ച് സിംഗിൾ ബോണ്ടാക്കി മാറ്റും. അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ടാക്കി മാറ്റുമ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നായി മാറൂലേ? ഈ കാർബണിൻ്റെ ഒരു ബോണ്ട് പൊട്ടിയതിൻ്റെ വിഷമവും ഈ കാർബണിൻ്റെ ഒരു ബോണ്ട് പൊട്ടിയതിൻ്റെ വിഷമവും അയാൾ പ്രകടിപ്പിക്കില്ലേ? അവിടെ ഒരു ഫ്രീ വാലൻസി ഉണ്ടാകും. ആ ഫ്രീ വാലൻസികളിലേക്ക് ക്ലോറിൻ കയറി മേയും.
അപ്പോൾ 2 ക്ലോറിൻ വന്നാൽ അതിനെ ഡൈക്ലോറൈഡ് അല്ലെങ്കിൽ ജനറലി ഡൈഹാലൈഡ് എന്നല്ലേ പേര് വിളിക്കുക. 2 ക്ലോറിനും കിടക്കുന്നത് അടുത്തടുത്ത കാർബണുകളിലല്ലേ. ദാറ്റ് ഈസ് വൈ ദി പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് വിസിനൽ ഡൈഹാലൈഡ്. എന്താ ഞാൻ അവിടെ എഴുതി വെച്ചത്? പ്രൊഡക്റ്റ് വിസ് ഡൈഹാലൈഡ് അഥവാ വിസിനൽ ഡൈഹാലൈഡ് ആണ്, ഓർത്തു വെച്ചോളണം. ശരിയല്ലേ മോനെ? ഇതാ. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. ഇത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. വിസിനൽ ഡൈഹാലൈഡുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എടാ, ബ്രോമിൻ ഉണ്ട് 1 ഇക്വലൻ്റേ ഉള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുകയാണ്. ബ്രോമിൻ ഉണ്ട് 1 ഇക്വലൻ്റ് ഉണ്ട്. ഇതാരാണ് നോക്കിക്കേ, 1,3 ബ്യൂട്ടാ ഡൈഈനാണ്, അല്ലെങ്കിൽ ബ്യൂട്ടാ 1,3 ഡൈഈനാണ്. ഈ ബ്യൂട്ടാ 1,3 ഡൈഈനിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവിടെ അഡീഷൻ നടക്കുന്നത് 1,4 അഡീഷൻ ആയിരിക്കും എന്നെല്ലാം ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രോ കാർബൺസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രോമിൻ 1ാമത്തെ കാർബണിലേക്കും ഒരു ബ്രോമിൻ 4ാമത്തെ കാർബണിലേക്കും, അതാണ് 1ാമത്തെ കാർബണിലേക്കും 4ാമത്തെ കാർബണിലേക്കും ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ 1,4 അഡീഷൻ എന്ന് പേര് വിളിക്കുന്നത്. 1,4 അഡീഷൻ പഠിച്ചില്ലേ? 1,4 അഡീഷൻ എന്നാണ് ഇവൻ്റെ പേര്. പഠിച്ചില്ല കൊനെ? ശരിക്കും പഠിച്ചു വെച്ചോ. 1,4 അഡീഷൻ എന്ന് പേര് പറയാനുള്ള കാര്യം 1ാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും അഡീഷൻ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. 1ാമത്തെ കാർബൺ CH2, ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ഈ കാർബൺ CH തന്നെ സിംഗിൾ ബോണ്ട് CH, ഈ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് CH2. ഇവിടേക്കൊരു ബ്രോമിൻ വരും, ഇവിടേക്കൊരു ബ്രോമിൻ വരും. അപ്പോൾ ഇവിടെ കിട്ടിയത് വിസിനൽ ഡൈഹാലൈഡ് ആണോ? അല്ല, ഇത് വിസിനൽ ഡൈഹാലൈഡ് അല്ല, ഇത് ഐസൊലേറ്റഡ് ഡൈഹാലൈഡ് ആണ്. കഴിഞ്ഞിട്ടില്ല. ഈ കാർബണിൻ്റെ ഒരു വാലൻസിയും ഈ കാർബണിൻ്റെ ഒരു വാലൻസിയും ഇപ്പോൾ കുറവില്ലേ? കാര്യം കാർബണുകളുടെ ഡബിൾ ബോണ്ട് പൊട്ടി കിടക്കുകയാണല്ലോ. മറ്റുള്ളവർക്ക് ഓരോ ബ്രോമിനെങ്കിലും കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായിട്ട് അവരുടെ വാലൻസി മേക്കപ്പ് ചെയ്യും. അങ്ങനെ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ തന്നെ ഇൻ്റർചേഞ്ച് ചെയ്യും. 1,4 അഡീഷൻ നടക്കും. എപ്പോൾ? ആഡ് ചെയ്യുന്ന ബ്രോമിൻ 1 ഇക്വലൻ്റ് ആണെങ്കിൽ. ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ എല്ലാ ഡബിൾ ബോണ്ടും പൊട്ടി അവിടെ എല്ലാം ആവശ്യത്തിന് ബ്രോമിൻ കയറിക്കൊള്ളും. പക്ഷെ 1 ഇക്വലൻ്റ് ആണെങ്കിൽ 1,4 അഡീഷൻ നടക്കും. പഠിച്ചില്ലേ? അതുപോലെ ഒരു റിയാക്ഷൻ ഇതാ, ശ്രദ്ധിച്ചോ. ഇവിടെ ബ്രോമിൻ നോക്കിയേ 1 ഇക്വലൻ്റേ തന്നിട്ടുള്ളൂ. കാര്യം എന്താ? 1 ഇക്വലൻ്റ് എന്നേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ ആഡ് ചെയ്യുക എന്ന് നമുക്കറിയാം. ദാ ഇത് ഒരു കോൺജുഗേറ്റഡ് ഡൈഈനാണ്. ഇവിടേക്ക് ഒരു ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ 1,4 അഡീഷൻ നടക്കും. എവിടെയാണ് അഡീഷൻ നടക്കുക? 1ാമത്തെ കാർബണിൽ ഇവിടെ അഡീഷൻ നടന്നാൽ അടുത്തത് ഇവിടെയാണ് അഡീഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ബ്രോമിൻ ഉണ്ടാകും, ഇവിടെ ബ്രോമിൻ ഉണ്ടാകും. 2ാമത്തെയും 3ാമത്തെയും കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. പഠിച്ചില്ലേ മോനെ? എന്നാൽ ഇവിടെ നോക്കിയാൽ 2Br2 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 1 ഇക്വലൻ്റ് അല്ല, ആവശ്യത്തിന് ബ്രോമിൻ ഉണ്ട്. അപ്പോൾ സിമ്പിൾ റിയാക്ഷൻ, ഈ ഡബിൾ ബോണ്ടുകളെല്ലാം പൊട്ടിയിട്ട് അവിടെയെല്ലാം ആവശ്യാനുസരണം ബ്രോമിൻ കയറിയിരിക്കുമെന്നതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ബ്രോമിൻ 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 ബ്രോമിൻ. പഠിച്ചില്ലേ കുഞ്ഞെ? അപ്പോൾ പരിപാടി സിമ്പിളാണ്. ബ്രോമിൻ്റെ അഡീഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കിയാൽ അഡീഷൻ ഓഫ് HX ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. അഡീഷൻ ഓഫ് HX. എടാ, HX എന്ന് പറഞ്ഞാൽ അതിൽ H+ഉം X- ആണല്ലോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ ഒരു സിമ്മട്രിക്കൽ ആൽക്കീനാണ്. ഒരു സിമ്മട്രിക്കൽ ആൽക്കീനാണ്. എന്താണ് ഈ സിമ്മട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ? സിമ്മട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡബിൾ ബോണ്ടിൻ്റെ 2 അറ്റത്തുമുള്ള കാർബൺ ആറ്റങ്ങളുടെ കൂടെയുള്ള ഹൈഡ്രജൻസ് സിമിലർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് പേര് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളണേ മോനെ, ഏതെങ്കിലും ഒരു കാർബണിലേക്ക് H+ ആഡ് ചെയ്യും, ഏതെങ്കിലും ഒരു കാർബണിലേക്ക് X- ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ആക്ച്വലി ഇവിടെ ആദ്യം ആഡ് ചെയ്യുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയോ? അതറിയണം. H+നെയാണോ ആദ്യം ആഡ് ചെയ്യുന്നത്? X- ആണോ ആദ്യം ആഡ് ചെയ്യുന്നത്? അതോ രണ്ടും ഒരുമിച്ചാണോ ആഡ് ചെയ്യപ്പെടുന്നത് എന്ന് ശരിക്കും പഠിച്ചു വെച്ചോളണേ. വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം ആഡ് ചെയ്യുന്നത് H+നെയാണ്. അപ്പോൾ ഈ H+ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 2ാമത്തെ സ്റ്റെപ്പാണ് X- ആഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും കേൾക്കണേ, H+ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ആദ്യം കയറി വരുന്നത് H+ അല്ലേ? H+ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആളല്ലേ? പോസിറ്റീവ് ചാർജ് ഉള്ള ആളെ നമ്മൾ ഇലക്ട്രോഫൈൽ എന്നല്ലേ കണക്കാക്കുക? അപ്പോൾ ഇയാൾ എന്താണെന്ന് പറ? ഇലക്ട്രോഫൈലാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള എല്ലാവരും ഇലക്ട്രോഫൈലുകളാണല്ലോ. അപ്പോൾ ആദ്യം ഇവിടെ നടക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആളുടെ അഡീഷൻ ആയതുകൊണ്ടാണ് ദിസ് അഡീഷൻ ഈസ് നോൺ ആസ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നാം, സാറേ ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള ആളും ഇലക്ട്രോഫൈലും നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ ന്യൂക്ലിയോഫൈലും ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. എന്നാലും ഈ റിയാക്ഷനെ നമ്മൾ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് പേര് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഇത്രയേ ഉള്ളൂ, ആദ്യം ആഡ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്. ദാറ്റ് ഈസ് വൈ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇലക്ട്രോഫിലിക് അഡീഷൻ.
പഠിച്ചില്ല മോനെ? അപ്പോൾ ഞാനിതിനെ 2 സ്റ്റെപ്പിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ശരിക്കും ശ്രദ്ധിച്ചു കണ്ടോ? ആദ്യം H+ ആഡ് ചെയ്യാൻ. അപ്പോൾ ഈ CH2 എന്നുള്ളത് എന്തായി മാറി? CH3+ എന്നായി, CH3 എന്നായി മാറി. ശരിയല്ലടാ? CH3 എന്നാൽ CH2 എന്നത് CH3 എന്നായി മാറി. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഈ CH2 എന്ന് പറയുന്ന ആൾ അങ്ങനെ നിൽപ്പുണ്ട്. ശരിയല്ലേ? ആദ്യം H+ ആഡ് ചെയ്യുന്നടാ, ആദ്യം H+ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ H+ നേരെ ഇങ്ങോട്ട് വരുന്നു, ഡബിൾ ബോണ്ട് പൊട്ടുന്നു. ഈ CH2 എന്നുള്ളത് CH3 ആകുന്നു. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകുന്നു. CH2 എന്നുള്ളത് അങ്ങനെ നിൽക്കുന്നു. കാർബണിൻ്റെ മുഖത്തേക്ക് നോക്കിയേ, CH2 എന്നതിലെ കാർബണിൻ്റെ മുഖത്തേക്ക് നോക്കിയേ, ഒരു വിഷമമില്ലേ? ആ വിഷമം ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലെ പ്രൊഡക്റ്റ്. ആ സ്റ്റെപ്പിലേക്കാണ് ഇനി X- എന്ന് പറയുന്ന ഹാലജൻ രണ്ടാമത് ആഡ് ചെയ്യുന്ന X- കയറി വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാവുകയും രണ്ടാമത്തെ സ്റ്റെപ്പിൽ അയാളെ യൂസ് ചെയ്യുകയും ചെയ്താൽ അവൻ്റെ പേര് ഇൻ്റർമീഡിയറ്റ് എന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ആരാടാ? കാർബോകാറ്റയോണാണ്. പഠിച്ചില്ലേ? പോസിറ്റീവ് ചാർജുള്ള ആളെയല്ലേ നമ്മൾ കാർബോകാറ്റയോൺ എന്ന പേര് വിളിക്കുക. അപ്പോൾ അഡീഷൻ ഓഫ് HXൽ ഇൻ്റർമീഡിയറ്റ് ആരാണെന്ന് മറക്കാതിരിക്കുക, കാർബോകാറ്റയോൺ ആണ്. അതിലേക്ക് X- വന്നു കഴിഞ്ഞാൽ CH3 CH2, അതിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ആൾ വരും. എന്ത് വരും? X എന്നവിടെ കയറിയിരിക്കും. ആൻഡ് ദിസ് ഈസ് പ്രൊഡക്റ്റ്. ഇത് സിമ്മട്രിക്കൽ ആൽക്കീനാണ്. ഇനി അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ആണെങ്കിലോ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അഡീഷൻ ഓഫ് HX ഇൻടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ ഫോളോസ് മാർക്കോണിക്കോഫ് റൂൾ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാവുന്ന കാര്യമാണ്, എന്നാലും പഠിച്ചു വെക്കുക. മാർക്കോണിക്കോഫ് റൂൾ ഫോളോ ചെയ്യും. ആര്? അഡീഷൻ ഓഫ് HX ഇൻടു അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്കുള്ള HXൻ്റെ അഡീഷൻ, അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്കുള്ള HXൻ്റെ അഡീഷൻ ഏത് റൂൾ ഫോളോ ചെയ്യുമെന്ന് പറ? മാർക്കോണിക്കോഫ് റൂൾ ഫോളോ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ നമ്മൾ പഠിച്ചു വന്ന മാർക്കോണിക്കോഫ് റൂൾ ഇങ്ങനെയാണ്: നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത് ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് എന്നൊക്കെ ഞാൻ ഒറ്റ വരിയിൽ അങ്ങോട്ട് ഒതുക്കുകയാണ്. വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവുള്ള കാർബണിലേക്കാണ് നെഗറ്റീവ് ചാർജുള്ള പാർട്ട് പോവുക. എന്നാൽ ആക്ച്വലി മാർക്കോണിക്കോഫ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അത്രേ ഉള്ളൂ. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അപ്പോൾ രണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ താഴേക്ക് നോക്കുക, എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ. ദാറ്റ് ഇസ് വൈ ദിസ് ഈസ് ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ മാർക്കോണിക്കോഫിനോട് അഭിപ്രായം ചോദിക്കണം. എന്താണ് മാർക്കോണിക്കോഫിൻ്റെ അഭിപ്രായം? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം അല്ലേ? എൻ്റെ പൊന്നു മക്കളൊന്ന് പറഞ്ഞേ, ഇതിൽ ആരാടാ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട്? H+ഉം Cl-ഉം. നെഗറ്റീവ് ചാർജ് പാർട്ട് എന്ന് പറയുന്നത് Cl-. അതെങ്ങോട്ട് പോകും? ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള കാർബണിലേക്ക് പോകും. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം കുറവുള്ള കാർബൺ എന്ന് പറഞ്ഞാൽ CH. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിലേക്കാണ് ആര് പോവുക? ഹൈഡ്രജൻ പോവുക. ഇനി ആ ഹൈഡ്രജനെ കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, ആദ്യത്തെ കോമ്പൗണ്ട് ആയതുകൊണ്ട് വെറുതെ വരച്ച് കാണിക്കാൻ. ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നു. ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള പാർട്ടാണ്, അയാൾ ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തേക്ക് പോകുന്നു. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ CH3 CH, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. ഇവിടെ CH2 എന്നാണ് ഉണ്ടായിരുന്നത്. ആ CH2 എന്നുള്ളതിലേക്ക് ഒരു ഹൈഡ്രജൻ വന്ന് CH3 ആയി. ഈ കാർബണിലേക്ക് ഒരു ക്ലോറിൻ വരും. ശരിയല്ലേ? ഇത് മാത്രമാണോ പ്രൊഡക്റ്റ്? അല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടന്നാലുള്ള പ്രൊഡക്റ്റും ഇവിടെ കിട്ടും. അതെങ്ങനെ ഉണ്ടാകും? CH3 CH2 സിംഗിൾ ബോണ്ട് CH2 Cl ഇങ്ങനെയല്ലേ ഉണ്ടാവുക? അതെന്താ സംഭവം? എന്താ നോക്കിക്കോ, കാർബണിൻ്റെ എണ്ണം, ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ളിടത്തേക്കാണ് ക്ലോറിൻ വരിക. എന്നാൽ ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് ഹൈഡ്രജൻ വരുന്നതായ ഒരു പ്രൊഡക്റ്റും ക്ലോറിൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നതായ ഒരു പ്രൊഡക്റ്റ്, അതാണല്ലോ ഈ കാണുന്ന പ്രൊഡക്റ്റ്. അതും ഇവിടെ ഉണ്ടാകും. പക്ഷേ ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് പറ? മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നതാണ് ഡിഫറൻസ്. ഇയാൾ മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. പഠിച്ചില്ലേ? അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതേ സാധനത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ ദി മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. ഏതാണടാ ഈ കോമ്പൗണ്ടിൽ നിന്നുണ്ടാകുന്ന മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ? ഇവിടെ ഡബിൾ ബോണ്ടഡ് കാർബണുകളിലെ ഡബിൾ ബോണ്ട് പൊട്ടിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു H+ഉം Cl- ആഡ് ചെയ്യാനുള്ളതിൽ ആദ്യം ആഡ് ചെയ്യുന്നത് H+ ആണ്. അപ്പോൾ ആ H+ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പോസിബിൾ കാർബോകാറ്റയോൺസ് ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. പോസിബിൾ കാർബോകാറ്റയോൺസ് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കിക്കേ. H+ ആഡ് ചെയ്യാണ്. ആദ്യം കണ്ടോ, ഈ കാർബണിലേക്കാണ് H+ ആഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH2 എന്നായി. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് സിംഗിൾ ബോണ്ടായി.
ശരിയല്ലേ? അടുത്ത CH2 നെഗറ്റീവ് ചാർജുള്ള പാർട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദി കാർബോകാറ്റയോൺ, ദാറ്റ് ഈസ് ദി ഇൻ്റർമീഡിയറ്റ്. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർമീഡിയറ്റ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് എങ്ങനെ ഉണ്ടാവുക? ഈ കാർബണിലേക്ക് ഹൈഡ്രജൻ ആദ്യം തന്നെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH അതങ്ങനെ തന്നെ കിടക്കും. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. CH2 എന്നത് CH3 ആകും. അപ്പോൾ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് വരും. ശരിയല്ലേ? ഇത് രണ്ടും അല്ലേ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ്? എടാ ഒന്ന് നോക്കിക്കേടാ, ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ അല്ലേ, ഇത് പ്രൈമറി കാർബോകാറ്റയോൺ അല്ലേ? സെക്കൻഡറി കാർബോകാറ്റയോൺ ആണോ പ്രൈമറി കാർബോകാറ്റയോൺ ആണോ മോർ സ്റ്റേബിൾ? സെക്കൻഡറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ. ഓർമ്മയില്ലേ? അപ്പോൾ അതുകൊണ്ട് മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഉണ്ടാകുന്ന രൂപത്തിലാണ് റിയാക്ഷൻ നടക്കുക എന്നാണ് മാർക്കോണിക്കോഫ് റൂൾ. മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഉണ്ടാകും. ഏതാ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ? സെക്കൻഡറി കാർബോകാറ്റയോൺ. ഇയാളാണ് ഉണ്ടാവുക. ഇനി അതിലേക്ക് Cl- വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ഇവിടെ Br അല്ലെങ്കിൽ ഇവിടെ Cl വരും. അങ്ങനെയല്ലേ ഉണ്ടാവുക? ഇവിടെ Cl വരും. നേരെ മറിച്ച് ഇയാളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റോ CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 അവിടേക്ക് Cl വരും. ശരിയല്ലേ? അപ്പോൾ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഉള്ള രൂപത്തിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുക. അതിനർത്ഥം രണ്ടാമത്തെ ഈ കോമ്പൗണ്ട് ഉണ്ടാകുന്നില്ല എന്നാണോ? അല്ല, ഇയാൾ മൈനർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകും, ഇത് മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. പരിപാടി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ മാർക്കോണിക്കോഫ് റൂൾ നിങ്ങൾ പഠിച്ചു വെച്ച രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ പഠിച്ചു വെച്ച രൂപം ഇങ്ങനെയാണ്: നെഗറ്റീവ് ചാർജുള്ള പാർട്ട് ഹൈഡ്രജൻ്റെ എണ്ണം കുറവുള്ള കാർബണിലേക്ക് പോകുമെന്ന്. അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ മോർ അക്യുറേറ്റ് ആയിട്ടുള്ള ഡീലിംഗ് നമുക്ക് പോസിറ്റീവ് ചാർജുള്ള കാർബൺ എവിടെയാണ് സ്റ്റേബിൾ ആകുന്നത് എന്ന് നോക്കലാണ്. മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കലാണ്. എന്താ ഗുണം എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഒക്കെ പോസിബിൾ ആണെങ്കിൽ നടന്നോളും. അപ്പോൾ കാർബോകാറ്റയോൺ ആണ് ഇൻ്റർമീഡിയറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിജിലൻ്റ് ആവണം. കാർബോകാറ്റയോൺ ആണ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിജിലൻ്റ് ആവണം. കാര്യം എന്താ? കാർബോകാറ്റയോൺ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ അവിടെ ഷിഫ്റ്റുകളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു റിയാക്ഷൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു ആൽക്കീനിനെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. അതിൽ H+ ഉണ്ട്, Cl- ഉണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആദ്യം കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ഇവിടെ എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ദി മേജർ പ്രൊഡക്റ്റ് എന്ന് മാത്രമാണ് കേട്ടോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ മേജർ പ്രൊഡക്റ്റ്. ഇവിടെ എല്ലാം നമ്മൾ മേജർ പ്രൊഡക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനൊക്കെ ഒരു മറുവശം മൈനർ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകും. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് ഈ പറയുന്ന റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മേജർ പ്രൊഡക്റ്റ് ആണ്. രണ്ടും ആൻസർ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് കറക്റ്റ് ആൻസർ. മേജർ പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റ് ഒരുമിച്ചുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ മേജർ പ്രൊഡക്റ്റ് നോക്കുകയാണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടോ. ഈ ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? CH2 പോകും. അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഹൈഡ്രജൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പോൾ കിട്ടുന്ന കാർബോകാറ്റയോണിനെ ഞാനിവിടെ ഒന്ന് വരച്ച് നോക്കുന്നുണ്ട്. CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH+, സിംഗിൾ ബോണ്ട് CH3. ഇതല്ലടാ കാർബോകാറ്റയോൺ. ഇനി എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. അതിന് ടേർഷ്യറി കാർബോകാറ്റയോണായി മാറാൻ അവിടെ ഒരു ഹൈഡ്രേറ്റ് ഷിഫ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ മുമ്പ് ഞാൻ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണടാ? ഈ ഹൈഡ്രജന് നേരെ ഇങ്ങോട്ട് ചാടാം. അപ്പോൾ ഒരു ടേർഷ്യറി കാർബോകാറ്റയോൺ കിട്ടും. CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ഒരു CH3 ഉണ്ടാകും, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ശരിയല്ലേ? ഇനി അതിലേക്കാണ് ഷിഫ്റ്റൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുള്ളതിലേക്കാണ് Cl- വരിക. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും: CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2 CH3. ഇതാ നോക്കിയേ, ഇവിടെ ക്ലോറിൻ വരും. പഠിച്ചില്ലേ മോനെ? അപ്പോൾ അവിടെ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേടാ, ഡബിൾ ബോണ്ട് ഉള്ള ഏതെങ്കിലും കാർബണിലേക്കാണോ ഇവിടെ ഇപ്പോൾ ക്ലോറിൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്? അല്ലല്ലോ. ഡബിൾ ബോണ്ട് പോലും ഇല്ലാത്ത ഈ കാർബണിലേക്കാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണ്. അതുകൊണ്ട് അവിടെ ഷിഫ്റ്റ് നടക്കും എന്നുള്ളതാണ്. അപ്പോൾ എടാ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇതിലേക്ക് ഞാൻ ഒരു HBr ആഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കോമ്പൗണ്ടിലേക്ക് HBr ആഡ് ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ആദ്യം H+ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ കിട്ടാനുള്ള സാധനം വരച്ച് കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH+. അങ്ങനെയല്ലേ വരിക? ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി, അത് CH3 ആയി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവിടെ ഒരു മീഥൈൽ ഷിഫ്റ്റ് നടക്കും. കാര്യം ഇപ്പോഴുള്ള കാർബോകാറ്റയോൺ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഞാനൊന്ന് സ്പീഡാക്കുന്നത്. സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഈ CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് ചാടിയാൽ അയാൾക്ക് ടേർഷ്യറി കാർബോകാറ്റയോൺ ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും: CH3 സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3 നേരെ CH, ഇവിടെ ഒരു CH3. ശരിയല്ലേ? നേരെ CH3 ഇവിടെയായി ഇപ്പോൾ പോസിറ്റീവ് ചാർജ്.
ഡിലല്ലേ മോനെ? ആ പോസിറ്റീവ് ചാർജുള്ള കോമ്പൗണ്ടിലേക്കാണ് ഇനി Cl- വരുന്നത്. ദെൻ ദി പ്രൊഡക്റ്റ് വിൽ ബി CH3C സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. താഴോട്ടുണ്ടായിരുന്ന CH3 ഞാൻ മുകളിലേക്ക് കാണിച്ചു എന്നേ മാറ്റമുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താഴെ Cl വരും. കിട്ടില്ല കുഞ്ഞെ? ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ മനസ്സിലാക്കി പഠിച്ചാൽ പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അല്ലാത്തവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. പഠിച്ചില്ല ഇവിടെ? അടുത്തൊന്ന് നോക്കിയടാ, ഇതെങ്ങനെ ഉണ്ടാവുക നോക്കിയേ. H നേരെ ഇങ്ങോട്ട് വരില്ലേ, അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ വരില്ലേ, അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടുണ്ടാകും, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇത്രേ ഉണ്ടാവുള്ളൂ ഇൻ്റർമീഡിയറ്റ്. H വന്നാലും അത് നമ്മൾ കാണൂലല്ലോ, ബോണ്ട് ലൈൻ ഫോർമുലയാണല്ലോ. നിങ്ങൾ നോക്കിയാൽ ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. ഇതിന് ടേർഷറി കാർബോകാറ്റോൺ ആയി ഷിഫ്റ്റ് നടക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാര്യം ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ബോണ്ട് ലൈൻ ഫോർമുല ആകുമ്പോൾ ആ ഹൈഡ്രജൻ അവിടെ നിന്ന് കണ്ട് പൊട്ടിയിട്ട് ഇങ്ങോട്ട് ചാടും. അപ്പോൾ അവിടെ ഒരു ഷിഫ്റ്റ് നടന്നു. എന്ത് ഷിഫ്റ്റാണ് നടന്നത്? ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്നു. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകും. ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് ചാടും. ശരിയല്ലടാ? ആ പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്കാണ് ഇനി Cl- വരാനുള്ളത്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ദിങ്ങനെ ഇവിടെ ഒരു ക്ലോറിൻ വരും. മനസ്സിലായോ? സംഭവം സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ എല്ലാ മേജർ പ്രൊഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് റിയാക്ഷൻ നോക്കിയടാ, കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ രണ്ടിടത്തും നോക്കിക്കോ, ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നാലും ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നാലും സെക്കൻഡറി കാർബോകാറ്റോണാണ്. പക്ഷേ ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നാൽ മറ്റൊരു ഗുണമുണ്ട്. കാര്യം തൊട്ടടുത്ത് ഒരു ക്വാട്ടർണറി കാർബൺ ഉണ്ട്, അതിൽ നിന്നൊരു മീഥൈൽ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് വലിച്ചെടുത്താൽ ഒരു ടേർഷറി കാർബോകാറ്റോണിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് അവിടെയാണ് വരിക. ഇപ്പോൾ ഇയാളൊരു സെക്കൻഡറി കാർബോകാറ്റോൺ ആണല്ലോ, ഇവിടുന്ന് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടാനും പോയാലുള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അവിടെ ബാക്കിയുണ്ട്, മറ്റേ മീഥൈൽ ഗ്രൂപ്പ് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ആ മീഥൈൽ ഗ്രൂപ്പ് വന്നതിൻ്റെ ഒരു നഷ്ടം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് കാണാനും കിടപ്പുണ്ട്. ശരിയല്ലേ? ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. ഇനി അവിടെ ഇതിപ്പോൾ മീഥൈൽ ഷിഫ്റ്റ് നടന്നല്ലോ, മീഥൈൽ ഷിഫ്റ്റ് നടന്നു. ഇനി അതിലേക്കാണ് Cl- വരുന്നത്. Cl- വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഇതിങ്ങനെ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ആ ഒന്നാമത്തെ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളിടത്തേക്ക് ഒരു ക്ലോറിൻ ഗ്രൂപ്പ് കൂടി അറ്റാച്ച് ചെയ്യും. ആൻഡ് ദിസ് ഈസ് ദി പ്രൊഡക്റ്റ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കിക്കടാ, നെക്സ്റ്റ് ദാ H നേരെ ആഡ് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇവിടെ ആയിരിക്കും. ആ പോസിറ്റീവ് ചാർജ് അവിടെ വന്നാൽ ഈ ഡബിൾ ബോണ്ടൊക്കെ പൊട്ടൂട്ടോ. ഇവിടെയും ഈ ഡബിൾ ബോണ്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ പൊട്ടുന്നുണ്ട്, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിലും. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഞാനൊരു സ്റ്റെപ്പ് അവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്? പോസിറ്റീവ് ചാർജ് ഞാൻ ഡയറക്റ്റ് കൊടുത്ത് സെക്കൻഡറി കാർബോകാറ്റോണിനെ മനസ്സിൽ വിചാരിക്കുക. ആ സെക്കൻഡറി കാർബോകാറ്റോണിനേക്കാൾ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു കാർബോകാറ്റോൺ ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേതാ? ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടിയാൽ നമുക്ക് ബെൻസൈൽ കാർബോകാറ്റോൺ കിട്ടും. ശരിയല്ലടാ? അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് നോക്കിയാൽ, ബെൻസീൻ റിങ്ങിൽ CH2 എന്നത് CH ആകും. സിംഗിൾ ബോണ്ട് CH2, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ഇവിടെ CH3 എന്നാകും. കാര്യം അവിടേക്ക് ഹൈഡ്രജൻ വന്നു, ദെൻ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ നടന്നത് എന്താ? ഹൈഡ്രൈഡ് ഷിഫ്റ്റാണ്. ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നടന്നു. ഷിഫ്റ്റ് നടന്നിട്ട് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റോൺ ഇതാണ്. അതിലേക്കാണ് ഇനി Br- വരുന്നത്. വരാനുള്ള നാറികളെല്ലാം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്. സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇവിടെ വരുന്നു ബ്രോമിൻ. കിട്ടിയില്ലേ? ദിസ് ഈസ് ദി ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യം എന്താ? ഇവിടെ എല്ലാം ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ, ഹാലജൻ വരുന്നത്, നെഗറ്റീവ് ചാർജുള്ള പാർട്ട് വരുന്നത് എങ്ങോട്ടല്ല, ഡബിൾ ബോണ്ടുള്ള കാർബണിലേക്ക് പോലുമല്ല, തൊട്ടടുത്തുള്ള ഷിഫ്റ്റൊക്കെ നടന്നിട്ട് കാർബോകാറ്റോൺ ഉണ്ടായതിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം റിയാക്ഷൻ നെഗറ്റീവ് ചാർജുള്ള പാർട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തേക്ക് പോകുമെന്ന് പറയുന്നതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ് ഏതാണ്? മോർ സ്റ്റേബിൾ കാർബോകാറ്റോണിലൂടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും എന്നതാണ്. അപ്പോൾ അവിടുത്തെ ഷിഫ്റ്റിങ്ങും മറ്റു എല്ലാ പണ്ടാറങ്ങളും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. അഡീഷൻ ഓഫ് HBr എന്ന് എടുത്തു പറഞ്ഞു, HX എന്നല്ല പറഞ്ഞത്, HBr. ഇൻ പ്രസൻസ് ഓഫ് എനി പെറോക്സൈഡ്, ഏതെങ്കിലും ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഫോളോസ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. പഠിച്ചേടാ, ഏതാണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ? ആരാണ്? അഡീഷൻ ഓഫ് HBr. വേണമെങ്കിൽ ഞാൻ എൻ്റെ നോട്ടിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഓൺലി HBr എന്ന് എന്നെ കൊണ്ട് സാർ അവിടെ എഴുതിപ്പിച്ചതിന് ഞാനിപ്പോഴും ഓർക്കുകയാണ്. HBr മാത്രം, ആരില്ല? HCl ഇല്ല, HI ഇല്ല, HF ഇല്ല. HBrന് മാത്രമാണ് ഈ ആൻറ്റിയുടെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ആൻറ്റി കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ആൻറ്റിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ആർക്ക് മാത്രമാണ്? HBrന് മാത്രമാണ്. പഠിച്ചില്ലേ? ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചില്ലേ? ആ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളിനെ വിളിക്കുന്ന 3 പേരുകളുണ്ട്. ഒന്നാണ് പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പേര് വിളിക്കും, ഓൾസോ നോൺ ആസ് പെറോക്സൈഡ് എഫക്റ്റ്. ഒന്നിരിക്കൽ പെറോക്സൈഡ് എഫക്റ്റ് എന്ന് പേര് വിളിക്കാം, അല്ലെങ്കിൽ ഖറാഷ് എഫക്റ്റ് എന്ന് പേര് വിളിക്കാം.
ഖറാഷ് എഫക്റ്റ്. പഠിച്ചില്ലേ? ഇനി അതുമല്ലെങ്കിൽ ഖറാഷ് മയോ എഫക്റ്റ് എന്നും ഇതിനെ പേര് വിളിക്കും. ഖറാഷ് മയോ എഫക്റ്റ്, MAYO. ഇങ്ങനെ 3 പേരുകൾ ഇതേ എഫക്റ്റിന് പേരുണ്ട്. ഇവിടെ കാരണം എന്താണെന്നറിയോ? ഇവിടെ ഇൻ്റർമീഡിയറ്റ് പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ വരും. കാർബൺ ഫ്രീ റാഡിക്കൽ ആണ്. കാർബൺ ഫ്രീ റാഡിക്കലാണ്, പഠിച്ചു വെച്ചോ. ഇൻ്റർമീഡിയറ്റ് ആരാ കുഞ്ഞെ? കാർബൺ ഫ്രീ റാഡിക്കലാണ്. ഇനി കോമൺ ആയിട്ട് കാണുന്ന പെറോക്സൈഡുകൾ ആരൊക്കെയാണ്? പഠിച്ചു വെച്ചോട്ടാ. ഒന്ന് H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. എടാ അതുപോലെ മറ്റൊരു പെറോക്സൈഡാണ് സോഡിയം പെറോക്സൈഡ്. മറ്റൊരു പെറോക്സൈഡാണ്, ശ്രദ്ധിച്ച് കേട്ടോളണേ, C6. ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. H5, COOO, CO, C6H5. കുറച്ച് വലുതാണല്ലേ, കുഴപ്പമില്ല. ഇവൻ്റെ പേരാണ് ബെൻസോയിൽ പെറോക്സൈഡ്. എന്താടാ? ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് ഒക്കെ ഓപ്ഷനിൽ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബെൻസോയിൽ പെറോക്സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യാറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഉണ്ടാവുക, C6H5 CO twice O2 എന്നുണ്ടാകും. ഇതേ സാധനത്തെയാണ് ചെറുതാക്കിയതാണ്. ഇതാ ഇങ്ങനെ ഉണ്ടാകും, C6H5 COO എന്നത് 2 വട്ടം ഉണ്ടല്ലോ. അപ്പോൾ CO twice O2 എന്ന് പറഞ്ഞാൽ അത് ബെൻസോയിൽ പെറോക്സൈഡാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ HBrൻ്റെ അഡീഷൻ നടന്നാൽ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ്. നല്ലേടാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്താണ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ? മാർക്കോണിക്കോഫ് റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള ബ്രോമിൻ എങ്ങോട്ട് പോകും? ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് പോകുമ്പോഴാണ് അത് മാർക്കോണി ആവുക. ഇത് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉള്ളിടത്തേക്ക് പോകും. ദാറ്റ് ഈസ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. ആൻഡ് ദി പ്രൊഡക്റ്റ് വിൽ ബി CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2Br എന്ന് പ്രൊഡക്റ്റ് വരും. ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുമോ സാറേ? ഉണ്ടാകും. CH3 CH സിംഗിൾ ബോണ്ട് CH3Br എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകും. പക്ഷേ ഇത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. നേരത്തെ ഇത് മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. നേരത്തെ എങ്ങനെയാണോ ഉണ്ടായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ദിസ് ഈസ് കോൾഡ് ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ. അപ്പോൾ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ആവാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, HBrൻ്റെ അഡീഷനാണ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണ്. ഇവിടെ നോക്കിയാൽ HBrൻ്റെ അഡീഷനാണ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതലുള്ളിടത്തേക്കാണ് ബ്രോമിൻ പോവുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഉള്ളിടത്ത് ഹൈഡ്രജൻ എണ്ണം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടേക്കാണ് ബ്രോമിൻ പോവുക. ദിസ് ഈസ് ദി പ്രൊഡക്റ്റ് എപ്പോൾ ഇഫ് ദി അഡീഷൻ ടേക്സ് പ്ലേസ്, അഡീഷൻ ഓഫ് HBr ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ഇവിടെ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ്. എന്നാൽ HBr എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലോ? അപ്പോൾ മാർക്കോണിക്കോഫ് റൂളാണ്. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരമാകുമ്പോൾ ബ്രാഞ്ച് എവിടെയാണോ അവിടേക്ക് തന്നെ ബ്രോമിൻ വരും. കാരണം ബ്രാഞ്ചുള്ളിടത്ത് ഹൈഡ്രജൻ എണ്ണം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മാർക്കോണിയാണ്, ഇവിടെ അവൻ്റെ ആൻറ്റിയാണ്. മനസ്സിലായല്ലോ? എന്നാൽ ഇനി അടുത്ത് നോക്കിയാൽ HCl ഉണ്ട് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പറഞ്ഞേടാ ഇത് മാർക്കോണിയാണോ ആൻറ്റി മാർക്കോണിയാണോ എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇത് മാർക്കോണിക്കോഫ് റൂളാണ്. എന്താ സാറേ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായിട്ട് മാർക്കോണിക്കോഫ് റൂൾ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഏതെങ്കിലും ഒരു പെറോക്സൈഡ് ഉണ്ടെങ്കിലുള്ളതെല്ലാം ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ ആയിക്കൊള്ളണമെന്നില്ല. അഡീഷൻ ഓഫ് HBr ആയിരിക്കണം, എന്നാലേ ആൻറ്റി ആകുള്ളൂ. ഇത് അഡീഷൻ ഓഫ് HCl ആണ്. ഹെൻസ് ദി പ്രൊഡക്റ്റ് വിൽ ബി ദിസ് വൺ ഈസ് ക്ലോറിൻ. പഠിച്ചില്ലേ? ഹൈഡ്രജൻ എണ്ണം കുറവുള്ളിടത്തേക്കാണ് അവിടെയും ക്ലോറിൻ പോവുക. ബിക്കോസ് ദി റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ മാർക്കോണിക്കോഫ് റൂൾ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ. ശരിയല്ലേ മോനെ? മനസ്സിലാക്കി പഠിച്ചേക്ക്. 5 എണ്ണം പഠിക്കാനുള്ളതിൽ നെക്സ്റ്റ് ശ്രദ്ധിച്ചേടാ, അഡീഷൻ ഓഫ് HOX ആണ്. അഡീഷൻ ഓഫ് HOX ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ച 5 എണ്ണം ഏതൊക്കെയായിരുന്നു എന്നൊന്ന് ശ്രദ്ധിച്ചേ. ഇതാ HOX, 4ാമത്തത് അഡീഷൻ ഓഫ് HOX ആണ്. കിട്ടിയില്ലടാ? HOX എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ HOX എന്ന് പറഞ്ഞാൽ ഹൈപ്പോഹാലസ് ആസിഡാണ്. ആരടാ? ഹൈപ്പോഹാലസ് ആസിഡ്. എവിടെ? ഇതാ HOXനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോഹാലസ് ആസിഡ്. പഠിച്ചു വെച്ചോളണം, ഹൈപ്പോഹാലസ് ആസിഡ്. അപ്പോൾ HOX ഒരു എക്സാമ്പിൾ, ഹൈപ്പോക്ലോറസ് ആസിഡ് HOCl ഉണ്ട്. അതിലുള്ള 2 അയോണുകൾ നോക്കി വെച്ചോ. OH- ഉണ്ട്, Cl+ ഉണ്ട്. അയോൺസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കേട്ടോട്ടടാ, ഇനി ചിലപ്പോൾ ഞാൻ റിയാക്ഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് മുന്നോട്ട് പോകാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HOCl എന്ന് പറഞ്ഞു. ഗീവ്സ് എന്ത് കിട്ടും? OH- ഉണ്ട്, Cl+ ഉണ്ട്. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് OH പോട്ടെ, മറ്റേതിലേക്ക് ക്ലോറിൻ പോട്ടെ. കാര്യം എന്താ? ഇവിടെ സിമ്മട്രിക്കൽ ആൽക്കീനാണ്. ഇവിടെ തന്നിരിക്കുന്നത് സിമ്മട്രിക്കൽ ആൽക്കീനാണ്. അപ്പോൾ പിന്നെ ആരെങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ആർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. പോകാനുള്ളവരെല്ലാം പോയി കഴിഞ്ഞാൽ CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ക്ലോറിൻ വരട്ടെ, ഇവിടെ OH വരട്ടെ. പഠിച്ചിട്ടാ? ഏതെങ്കിലും ഒന്നിലേക്ക് OH വരട്ടെ, മറ്റേതിലേക്ക് ക്ലോറിൻ വരട്ടെ. എന്നാൽ
If the reaction takes place in unsymmetrical alkeneിലാണെങ്കിൽ റിയാക്ഷൻ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരമേ നടക്കുള്ളൂ. അപ്പോൾ OH മൈനസും BR പ്ലസും അല്ലേടാ ഇവിടെ അഡീഷനിലുള്ളത്. OH മൈനസും BR പ്ലസും ഉണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വാക്കോൻ ഹേ ആരാ OH മൈനസ് അല്ലേ വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. CHലേക്കാണ് OH മൈനസ് പോവുക, ബ്രോമിൻ ഈ CH2ലേക്ക് പോകും ആൻഡ് ദി പ്രൊഡക്റ്റ് വിൽ ബി CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2. ഇവിടേക്ക് OH വരണം, ഇവിടേക്ക് ബ്രോമിൻ വരണം, അങ്ങനെ തന്നെ വന്നാലേ അത് പ്രൊഡക്റ്റ് ആവുള്ളൂ. തിരിച്ചു വരുന്നത് മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇവിടെ ഞാനൊരു കാര്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എടാ ബ്രോമിനും വാട്ടറും ഒരുമിച്ച് കണ്ടാൽ, ഒരു റിയാക്ഷനിൽ തന്നെ ബ്രോമിനും കണ്ടു വാട്ടറിനും കണ്ടാൽ ശരിക്കും പഠിച്ചു വെച്ചോ, ഈ ബ്രോമിനും വാട്ടറും കൂടി ചേർന്ന് അവിടെ HOBr ഉണ്ടാകും. അപ്പോൾ പ്ലസ് ബ്രോമിൻ ആരോ മാർക്കിന് മുകളിൽ വാട്ടർ എന്നൊക്കെ നിങ്ങൾ കണ്ടാൽ ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് HOBrൻ്റെ അഡീഷനാണ്. ഫോർ എക്സാമ്പിൾ എല്ലാവരും ഒന്ന് നോക്കിയടാ, ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബ്രോമിനെ കാണുന്നില്ലേ നിങ്ങൾ? ഇവിടെ ഒരു ബ്രോമിനെ അടുത്ത എക്സാമ്പിൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രോമിനുണ്ട്, ഇവിടെ ഒരു വാട്ടറും ഉണ്ട്. അപ്പോൾ ബ്രോമിനും വാട്ടറും ഒരുമിച്ച് വന്നാൽ അതിനർത്ഥം HOBrൻ്റെ അഡീഷൻ നടന്നു എന്നാണ്. HOBrൻ്റെ അഡീഷൻ നടക്കുമ്പോൾ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം എന്ത് നടക്കണം? HOBrൻ്റെ അഡീഷൻ നടക്കണം. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം നടന്നാൽ എങ്ങനെ ഉണ്ടാകുക? എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെ CH3 സിംഗിൾ ബോണ്ട് CH3 എന്നുണ്ടാകും. ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ തൊട്ടപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ CH2 ഇവിടേക്ക് ബ്രോമിൻ വരും. പോസിറ്റീവ് ചാർജുള്ള ആൾ ബ്രോമിനാണ്. HOBr എന്നല്ലേ അവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? HOBr എന്ന് അസ്യൂം ചെയ്യണം. ഇവിടെ പോസിറ്റീവ് ചാർജ് OH മൈനസ്. അപ്പോൾ ഇവിടെ കാർബോകാറ്റയോൺ ഉണ്ടാകും. അതാണല്ലോ മാർക്കോണിക്കോഫ് റൂൾ. കാർബോകാറ്റയോൺ എവിടെ ഉണ്ടാവുക? ഈ കാർബണിൽ കാർബോകാറ്റയോൺ ഉണ്ടാകും, മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടിയിട്ട് ഈ കാർബോകാറ്റയോൺ ഈ പോസിറ്റീവ് ചാർജ് ഈ കാർബണിലേക്ക് വരും. ആ കാർബണിലേക്കാണ് പിന്നീട് OH വരിക. പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ OHും ആഡ് ചെയ്തു, BRും ആഡ് ചെയ്തു. അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ ആയതുകൊണ്ട് മോർ സ്റ്റേബിൾ കാർബോകാറ്റയോണിലൂടെയാണ് റിയാക്ഷൻ നടക്കുക. പോകാനുള്ളവരെല്ലാം പോയി, റീഅറേഞ്ച്മെൻറ്റ് നടക്കാനുള്ളതെല്ലാം റീഅറേഞ്ച്മെൻറ്റ് നടക്കും. പഠിച്ചില്ലേ കുഞ്ഞേ? ഇനി നോക്കിക്കോ, ബ്രോമിൻ ഇവിടെ അടുത്ത റിയാക്ഷൻ ഉണ്ട്. ഒരു റിയാക്റ്റൻ്റ് ആൽക്കീനുണ്ട്, ക്ലോറിനുണ്ട്, H2O ഉണ്ട്. അപ്പോൾ ക്ലോറിനും H2Oയും വന്നാൽ നോക്കി വെച്ചോ, HOCl ഉണ്ടാകും. നേരത്തെ പഠിച്ച പോലെ തന്നെ ബ്രോമിനും വാട്ടറും ആണെങ്കിൽ HOBr ഉണ്ടാകുന്നത് പോലെ ക്ലോറിനും വാട്ടറും HOCl ഉണ്ടാകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാ നോക്കിക്കോ, ഡബിൾ ബോണ്ട്. ഇവിടേക്ക് പോസിറ്റീവ് ചാർജുള്ള ക്ലോറിൻ ഇങ്ങോട്ട് വരും, പോസിറ്റീവ് ചാർജുള്ള ആളെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. നെഗറ്റീവ് ചാർജുള്ള OH ഇങ്ങോട്ടാണ് വരേണ്ടത്, പക്ഷേ ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് നടന്നിട്ട് ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഉള്ളിടത്തേക്ക് ആര് വരും? OH മൈനസ് വരും. വരാനുള്ളവരെല്ലാം വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അത് സ്പീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. ഇവിടെ ഈ ഡബിൾ ബോണ്ട് പൊട്ടും. ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഈ കാർബണിലേക്ക്, ഈ കാർബണിലടാ, ആ കാർബണിലേക്ക് ആര് വരും? പോസിറ്റീവ് ചാർജുള്ള ക്ലോറിൻ വരും. ശരിയല്ലേ? അപ്പോൾ എവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത്? പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് ഈ കാർബണിലാണ്. ഡബിൾ ബോണ്ട് പൊട്ടുമ്പോൾ ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആയിട്ടുള്ളിടത്തല്ലേ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക, അഥവാ മോർ സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അത് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. കാര്യം ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് മേലേക്ക് ഷിഫ്റ്റ് നടന്നിട്ടുണ്ടാവും. ഷിഫ്റ്റ് ഒക്കെ നടന്ന് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അവിടേക്ക് OH വരും. ആൻഡ് ദിസ് ഈസ് ദി ഫൈനൽ പ്രൊഡക്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എടാ ബ്രോമിനും വാട്ടറും ആണെങ്കിൽ HOBrൻ്റെ അഡീഷനാണ് എന്ന് നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ. എന്നാൽ ബ്രോമിനും CCl4 ആണെങ്കിൽ ശ്രദ്ധിക്കണം, സോൾവെൻറ്റ് CCl4 ആണെങ്കിൽ അല്ലെങ്കിൽ CS2 ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താ? CCl4 CS2ൻ്റെ ഒക്കെ പ്രത്യേകത ഇത് നോൺ പോളർ ആയിട്ടുള്ള സോൾവെൻറ്റുകളാണ്. ഇതിലേതെങ്കിലും ആണെങ്കിൽ ശരിക്കും അവിടെ ബ്രോമിൻ്റെ അഡീഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എന്തല്ല, HOBrൻ്റെ അഡീഷൻ അല്ല. HOBrൻ്റെ അഡീഷൻ ആവണമെങ്കിൽ സോൾവെൻ്റ് ആരായിരിക്കണം? വാട്ടർ ആയിരിക്കണം. അല്ലാത്ത കേസിലെല്ലാം ബ്രോമിൻ്റെ അഡീഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഒരു ആൽക്കീനുണ്ട്, ബ്രോമിൻ ആഡ് ചെയ്യുന്നു. എവിടെയെല്ലാം? ഇൻ പ്രസൻസ് ഓഫ് വാട്ടറും ഉണ്ട്, ഇൻ CCl4 ഉണ്ട്. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് നോക്കിയേ? ഇത് CH2 ഡബിൾ ബോണ്ട് എന്നുള്ളത് സിംഗിൾ ബോണ്ട് CH2 എന്നാകും. ഏതെങ്കിലും ഒന്നിലേക്ക് OHും മറ്റേതിലേക്ക് BRും കയറും. അങ്ങനെയല്ലേ പ്രൊഡക്റ്റ് ഉണ്ടാവുക? HOBr കയറും. അടുത്ത നോക്കിയേ, CH2 സിംഗിൾ ബോണ്ട് CH2. ബ്രോമിനും CCl4 CCl4 ആണെങ്കിൽ ബ്രോമിൻ്റെ തന്നെ അഡീഷനാണ് നടക്കുക. അപ്പോൾ ബ്രോമിൻ്റെ അഡീഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. വിസ് ഡൈഹാലൈഡ് കിട്ടും. ഇവിടെ ബ്രോമിൻ, ഇവിടെ ബ്രോമിൻ കിട്ടും.
പഠിച്ചില്ലേ? അപ്പോൾ HOBRൻ്റെ അഡീഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് അഡീഷൻ ഓഫ് H2O. വാട്ടറിൻ്റെ അഡീഷൻ ആണടാ. വാട്ടറിൻ്റെ അഡീഷനിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഡൈല്യൂട്ട് മിനറൽ ആസിഡ് ഈസ് റിക്വയർഡ് ആസ് കാറ്റലിസ്റ്റ്. ഏതെങ്കിലും ഒരു മിനറൽ ആസിഡ് HCl H2SO4 എന്തെങ്കിലും ഒരു ആസിഡിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഹെൻസ് ദി നെയിം. അതുകൊണ്ട് തന്നെ ഇതിനെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്നാണ് പേര്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്നാണ് പേര്. കിട്ടിയില്ലടാ? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അപ്പോൾ എന്താ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷനിൽ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ എന്ന് പറഞ്ഞാൽ H+ OH- ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് H+ മറ്റൊരു കാർബണിലേക്ക് OH- പോയി കഴിഞ്ഞാൽ CH2 സിംഗിൾ ബോണ്ട് CH3, ഏതെങ്കിലും ഒരു കാർബണിലേക്ക് ഹൈഡ്രജൻ വന്നാൽ അത് CH3 എന്നാകും. തൊട്ടപ്പുറത്തെ കാർബണിലേക്ക് OH വരും. അങ്ങനെ ഇഷ്ടമുള്ളതിലേക്ക് പോകാൻ പറ്റുമോ സാറേ? സിമെട്രിക്കലാണെങ്കിൽ പറ്റും. ഇവിടെ രണ്ടും സിമെട്രിക്കലാണ്. പക്ഷേ അൺസിമെട്രിക്കലാണെങ്കിൽ മാർക്കോണിയോട് അഭിപ്രായം ചോദിക്കണം. ആൻഡ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ് റൂൾ, ദി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു ദി കാർബൺ ആറ്റം ഹാവിംഗ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് സ്പീഡിൽ പറയുകയാണ്. ഇവിടെ CH സിംഗിൾ ബോണ്ട് CH3 എന്നാകും. ഇവിടേക്ക് OH വരും. അവസാനം പറഞ്ഞ 3 റിയാക്ഷനും സെയിം കോൺസെപ്റ്റാണ്. അടുത്തത് നിങ്ങൾക്കറിയാവുന്ന ആളാണ്, നേരത്തെ ഞാൻ കാണിച്ചു തന്ന കോമ്പൗണ്ടാണ്. ഈ ഡബിൾ ബോണ്ട് പൊട്ടും, അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. അടുത്ത സ്റ്റെപ്പിൽ ഇവിടുത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ട് ചാടും, അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും. വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടേക്ക് OH വരും. നെഗറ്റീവ് ചാർജുള്ള പാർട്ട് പോസിറ്റീവ് ചാർജുള്ള കാർബണിലേക്കാണല്ലോ വരിക. ആൻഡ് ഫൈനൽ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. പഠിച്ചില്ലടാ? ഇപ്പോൾ ഇതോടുകൂടെ എല്ലാ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ റിയാക്ഷനാണ്. അതിൽ KMnO4ൻ്റെ ആക്ഷൻ, അതുപോലെ ബേയേഴ്സ് റിയേജൻ്റ്, ഓസോണോളിസിസ്, ഇതെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യുക, വൃത്തിക്ക് കണ്ട് നോട്ടാക്കി വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.